ഇവിടേക്ക് വന്നു. ഇങ്ങോട്ട് വന്ന വഴിയൊക്കെ എങ്ങനെയായിരുന്നു? ഇവിടുത്തെ ആ ജീവിത സഞ്ചാരത്തിലെ ആ സഞ്ചാര പാതകൾ അപ്പോൾ എങ്ങനെയായിരുന്നു അനുഭവപ്പെട്ടത്? അത് പറഞ്ഞോളൂ. പുറലോകത്തെ കാഴ്ചകളും അതിനെ സംബന്ധിച്ച കാര്യങ്ങളും പറഞ്ഞോളൂ. പരമമായ സത്യം പറയാൻ പോവുകയാണ്. കാരണം തിരുവനന്തപുരം സംസ്ഥാന കലോത്സവത്തിൽ നിന്നും നഗച്ചേച്ചിനെ കാണണം എന്ന വികാരത്തോടു കൂടിയാണ് ഞാൻ 4-ാം തീയതി ചിറ്റൂരിൽ നിന്നും തുടങ്ങിയത്. 8-ാം തീയതി വരെ കലോത്സവമായിട്ട് ബന്ധം അതിന്റെ തിരക്കുകളിലൊക്കെ ഞാൻ പെട്ടപ്പോഴും എന്റെ ഉള്ളിൽ കിടന്ന് നഗമേടത്തിനെ കാണാനായിട്ട് ഞാൻ കിടന്ന് വെമ്പുമായിരുന്നു. എന്റെ സുഹൃത്ത് ബാബുസ്വാമി, ഇതാണ് ബാബുസ്വാമി, എന്റെ വീടിനടുത്ത് തന്നെയാണ് ചിറ്റൂര്. അങ്ങേര് അവരുമായിട്ട് നേരത്തെ തന്നെ ഒരു ബന്ധമുള്ളത് കൊണ്ട് തന്നെ അവരെ എന്നെ പരിചയപ്പെടുത്താമെന്ന് എഗ്രി ചെയ്തു. 8-ാം തീയതി വൈകുന്നേരം ഞാൻ ബാബുസ്വാമിയെ എന്റെ തിരക്കുകൾ ഒരുവിധം കഴിഞ്ഞപ്പോൾ ഞാൻ കോണ്ടാക്ട് ചെയ്തു. സ്വാമി ഒന്നും നോക്കാതെ തന്നെ അന്ന് രാത്രി വണ്ടി കയറി പിറ്റേ ദിവസം രാവിലെ 9-ാം തീയതി ഇവിടേക്ക് തിരുവനന്തപുരത്തേക്ക് എത്തി. അവിടെ നിന്ന് ഞങ്ങൾ 1-2 അമ്പലത്തിൽ പോയി. അതിനുശേഷം അതിലും വലിയൊരു വ്യക്തിയെ കാണാനായിട്ട് ഞങ്ങള് ശബരിമലയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ല, കല്ലും മുള്ളും കാലിക്ക് മെത്ത, കല്ലും മുള്ളും കാലിക്ക് മെത്ത. എവറസ്റ്റ് കൊടുമുടി കീഴടക്കാൻ നമുക്ക് ടെൻഷൻ ഹിലാരിക്ക് ഈസിയായിട്ട് സാധിച്ചു. അതിലും ബുദ്ധിമുട്ടായിരുന്നു നാഗച്ചേച്ചിനെ ഞങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ച ശ്രമം. നാട് മുഴുക്കെ നാഗച്ചേച്ചിനെ പറ്റി അത്ര പോസിറ്റീവ് ആയിട്ടുള്ള എനർജി കൊണ്ട് അവരെ കാണാൻ വേണ്ടി വെമ്പിക്കൊണ്ട് ഞാൻ ഇത്രയും കിലോമീറ്ററുകൾ വന്നിട്ട് അവരുടെ സ്വന്തം നാട്ടിലെത്തിയപ്പോൾ എനിക്കുള്ള അനുഭവം വളരെ മോശമായിരുന്നു. കാരണം അവരുടെ പേര് പറയുമ്പോൾ തന്നെ അവരുടെ നാട്ടുകാർ പലരും മുഖത്തിരിക്കുകയായിരുന്നു. ഒരു നല്ല വ്യക്തിനെ അന്വേഷിച്ച് വേറൊരു നാട്ടിൽ നിന്ന് ഒരാൾ വരുമ്പോൾ ആ നാട്ടുകാർക്ക് അവർ മുഖം തിരിച്ച് കാണിക്കുന്നതിന് എന്താണ് കാരണം? ഈ ഒരു വീഡിയോയുടെ താഴെ തന്നെ അത് കമന്റ് ചെയ്താൽ വളരെ നന്നായിരിക്കും. കാരണം ഞങ്ങൾ അവരുടെ പവർ കണ്ടിട്ടാണ് ഇത്രയും സമയമെടുത്ത് ഇത്രയും ദൂരെ നിന്ന് അലഞ്ഞ് തിരിഞ്ഞ് കുറെ തെരഞ്ഞ് വന്നിട്ട് അവരുടെ സ്വന്തം നാട്ടിലെത്തുമ്പോൾ പലരും മുഖം തിരിക്കുകയാണ്. അവരുടെ കാര്യം ഞങ്ങൾ അറിയേണ്ട ആവശ്യം എന്താന്ന് പറയുകയാണ്. അവരാരാ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയാണ്. അവര് ലോകമെല്ലാം ശോഭിച്ചു നിൽക്കുമ്പോൾ, ചന്ദ്രന്റെ ശോഭ പരത്തിക്കൊണ്ട് ചന്ദ്രൻ നിൽക്കുമ്പോൾ അതിനെ കണ്ട് നായകൊരിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നുള്ള പുച്ഛ മനസ്ഥിതിയോടുകൂടി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി എന്നുള്ളതാണ്. ഞങ്ങൾ കണ്ടെത്തേണ്ടവരെ കണ്ടെത്തും. ദേ കണ്ടെത്തി, എന്റെ അമ്മേനെ ഞാൻ കണ്ടെത്തി. കേട്ടോ, ആ ശോഭ, ആ റിസീവ് ചെയ്ത രീതികള് ഇവിടെ വന്നപ്പോ ഒന്നും ചോദിച്ചില്ല, നിങ്ങൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോ എന്നാണ്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിപ്പം എന്നുള്ളത് അത് തന്നെയാണ്. ഒരു പരിചയമില്ലാത്തൊരു വ്യക്തിയോട് ചോദിക്കാണ്, ഭക്ഷണം കഴിച്ചു, നിങ്ങൾ ഇത്ര നേരം അലഞ്ഞിരിഞ്ഞു അറിഞ്ഞു, ഭക്ഷണം കഴിച്ചു, ഒരു ഗ്ലാസ് ചായ എടുക്കട്ടെ. ഞങ്ങൾ സത്യത്തിൽ തുറന്നു പറയുകയാണെങ്കിൽ ഈ ഉച്ച നേരത്ത് ഞങ്ങൾ രണ്ട് അട വീതം ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ 2 അടയും ഒരു ഗ്ലാസ് പറച്ചായും. അതിന് സ്വാദ് ഏറെയായിരുന്നു. നമ്മൾ എത്ര വലിയ സംസം ഹോട്ടലിലോ അല്ലെങ്കിൽ എത്ര വലിയ താജ് ഹോട്ടൽ കഴിച്ചാലും ഈ ഒരു ആഹാരത്തിന്റെ സ്വാദ് വരില്ല എന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഈ ഒരു സ്നേഹം നിറകുടമാണ്. അതെന്നും ശോഭിച്ച് ഇങ്ങനെ തിളങ്ങി നിൽക്കണം. അതിനാര് എതിർത്താലും തകർക്കാൻ കഴിയില്ല തന്നെയാണ് എന്റെ വിശ്വാസം. അത് തന്നെയാണ് അവരെ ഫോളോ ചെയ്യുന്ന, അവരെ ആരാധിക്കുന്ന ആരാധകരുടെയും വിശ്വാസം. അവർക്കതിന് ശക്തി പകരട്ടെ. ഞങ്ങൾക്കും അതിനോട് ശക്തിയുണ്ട്. അവര് കാണിക്കുന്ന പല കാര്യങ്ങളും പോസിറ്റീവായിട്ട് 100 മാർക്കോടുകൂടി അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഡോക്ടർ ചിറ്റൂർ ബാബു. ഇനി നാഗരാജൻ. നമസ്കാരം. പിന്നെ അട ഉണ്ടാക്കിയത് രാംരാജ് സഹോദരനാണ്. പിന്നെ ഈ വെള്ളം അത് അദ്ദേഹം സുൽത്താനാണ്. മനസ്സിലായേക്കണ്ട. പക്ഷേ എനിക്ക് അട ഒരാള് കൊണ്ട് തന്നു, ഒരാള് വെള്ളം കൊണ്ട് തന്നു, ഒരാള് ചായ ഉണ്ടാക്കിയിട്ട് എന്നുള്ള സ്നേഹത്തോടു കൂടി പറഞ്ഞു. നിങ്ങൾ ഒറ്റക്കെട്ടാണ്, നിങ്ങൾ തമ്മിൽ തിരിച്ചറിവുള്ളവരാണ്, വരുന്നവരെ ആദരിക്കുന്നവരാണ് നിങ്ങൾ. അവിടെയാണ് മനസ്സിന്റെ വലുപ്പം. ഒരു മനുഷ്യന് ഞാനൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഒരാള് മുഖം തിരിച്ചു പോകുന്നു. ഇവിടെ തേടി വന്ന ആളുടെ മുഖം വാടിക്കണ്ടുകൊണ്ട് അവര് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ കാണിക്കുന്ന മനസ്സ്, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചായ വെക്കട്ടെ എന്ന് സുൽത്താൻ കൂടെ നിന്ന് പറഞ്ഞ മനസ്സ്, വെള്ളം കൊണ്ട് തന്ന ആ വ്യക്തിയുടെ പേരെന്താ? രാംരാജ്. രാംരാജിന്റെ മനസ്സ്
വന്നപ്പോഴേക്കും മുഖത്ത് നോക്കിയിട്ട് മക്കളെ നിങ്ങൾ കഴിച്ചോ ഭക്ഷണം എന്ന് ചോദിച്ച അമ്മയുടെ മനസ്സും തിരിച്ചറിവും ഈ ലോകത്തിന് ഒരു മാതൃകയാണ്. ആ മാതൃക എല്ലാവരും പാലിക്കപ്പെടുകയാണെങ്കിൽ ലോകം എന്നോ നന്നായി. അതിലേക്ക് നയിക്കുകയാണ് അമ്മയുടെ ചുമതല. തിരിച്ചറിയുക ജനങ്ങളെ, നാണം കെട്ടവരെ തിരിച്ചറിയുക. അത് സത്യമല്ല.